ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ സാമ്പാറിനായിട്ട് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വേവിക്കാനായിട്ട് വെച്ച് കേട്ടോ. തോനെ കഷ്ണമൊന്നുമില്ല, ഒരു തക്കാളി, ഒരു സവാള, ഒരു കിഴങ്ങും, കുറച്ച് പയറും, ഒരു കായും കൂടി ഇട്ട് കേട്ടോ. അപ്പോൾ അത് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ട് ദോശയാക്കാനാട്ടോ. ദോശയും സാമ്പാറും ചമ്മന്തി, അങ്ങനെ ദോശയ്ക്ക് ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ച്. പിന്നെ കുറച്ച് ചായ കുടിച്ച കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നേ. ചായ ഇടിയിലൊക്കെ ഉള്ള സേട്ടൻ തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ ആ ഒരു പാടില്ല. അപ്പോഴത്തേക്ക് പിന്നെ സാമ്പാറിൻ്റെ വിസിലൊക്കെ കേട്ട് വന്നായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തി. എനിക്കങ്ങനെ തേങ്ങാ ചമ്മന്തിയോടെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ഒന്നീ സാമ്പാറല്ലേ ചമ്മന്തി. ഇവിടെ ഏട്ടന് രണ്ടും വേണം, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാനങ്ങ് ആക്കും കേട്ടോ. അങ്ങനെ തേങ്ങയിൽ കുറച്ച് മുളക് പൊടിയും ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ നമ്മുടെ ചുമന്നുള്ളിയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തേ. ഇനിയിപ്പോൾ രണ്ടിനോട് ഒരുമിച്ച് അങ്ങ് കടുക് വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നും ഓരോന്നും കാച്ചുന്നില്ല, ഞാൻ വിചാരിച്ച് ഈ ചട്ടിയിലായിട്ട് അങ്ങ് സാമ്പാർ കലക്കിയെടുക്കാൻ പൊടിയൊക്കെ ഇട്ടെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കടുക് വറുക്കാനായിട്ട് വെച്ചേ, കൂടെ അങ്ങ് ദോശ ഇടാനും വെച്ച്. അപ്പോൾ കടുകൊക്കെ ഒന്ന് വറുത്ത് വന്നപ്പം വറ്റൽമുളക് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് ചമ്മന്തിയിലോട്ടങ്ങ് മാറ്റിയായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് സാമ്പാറിനുള്ള പൊടികൾ ചേർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ അങ്ങ് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ചട്ടി അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ തീ കയറിപ്പോവും, ചട്ടിയാകുമ്പം പെട്ടെന്ന് തീ കയറും. അങ്ങനെ ആ പൊടികൾ, മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് കായപ്പൊടിയും ഇട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് പിന്നെ ഒന്ന് ചട്ടി ഓണാക്കിയിട്ട് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ അതൊന്ന് തട്ടി കൊടുത്തു കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. ഞാൻ കുറച്ച് കായവും കൂടി ഇട്ടായിരുന്നു, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ. പച്ചമുളകിൻ്റെ എരി കാണുമെന്ന് വിചാരിച്ചു, 2 ഇട്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഒന്നാലും കുറച്ചൊരു മുളക് പൊടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ കായപ്പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല മണത്തിന്, കായ നല്ലതല്ലേ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ചട്ടി വെക്കുമ്പോൾ എല്ലാം നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെ ഇനി നല്ലോണം തിളച്ച് പറ്റിയില്ല, കാരണം ഇത് ചട്ടി തന്നെ അങ്ങ് പിടിച്ചെടുക്കും കേട്ടോ കുറച്ച് വെള്ളം, അന്നേരം നന്നായിട്ട് കുറുകി വരുവേ. അങ്ങനെ ഞാൻ അതിൻ്റെ കൂടെ ദോശയൊക്കെ ചുട്ടെടുത്തിട്ട്, ഏട്ടന് വേഗം പോകണമായിരുന്നു, അതുകൊണ്ട് ദോശയൊക്കെ വേഗം ചുട്ടെടുത്ത് ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചത് ദോശയും സാമ്പാറും മാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.